ഹലോ ഡിയേഴ്സ്, ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 6th യൂണിറ്റായ മൊമെൻറ്റ്സ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ, ഈ യൂണിറ്റാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്താണ് മൊമെൻറ്റ്സ് ഓഫ് ഹ്യൂമർ? എന്താണ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ? തമാശ അല്ലേ, തമാശേൻ്റെ ആ സമയം എന്നുള്ളതാണ് അല്ലേ. നോക്കൂ, അപ്പോൾ മൊമെൻറ്റ്സ് ഓഫ് ഹ്യൂമർ. അപ്പോൾ എന്താ ഇവിടെ നോക്കിയേ, ഇവിടെ സ്റ്റഡി ദ കാർട്ടൂൺ ഗിവൺ ബിലോ. ഇവിടെ താഴെ തന്നിരിക്കുന്ന ആ കാർട്ടൂൺ ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒന്ന്, വൈ ആർ യു ലേറ്റ് അരുൺ? ടീച്ചർ ചോദിക്കുകയാണ് അല്ലേ. എന്താ നീ ലേറ്റ് ആയത്, എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയത് അരുൺ ചോദിക്കുകയാണ് അല്ലേ. ബിക്കോസ് ഓഫ് എ സൈൻ ഡൗൺ ദ റോഡ്. എന്താണ് കാരണം? എന്താണ്? റോഡിൻ്റെ സൈനിന് കാരണമാണ് എന്ത് ഞാൻ ലേറ്റ് ആയതെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞത് അല്ലേ. എന്താണ്? സൈൻ കാരണമാണ് ഞാൻ എന്താക്കിയത്, റോഡ് സൈഡിലുള്ള സൈൻ കാരണമാണ് ഞാൻ ലേറ്റ് ആയത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം വാട്ട് ഡസ് എ സൈൻ ഹാവ് ടു ഡു വിത്ത് യുവർ ബീയിങ് ലേറ്റ്? അപ്പം സൈൻ എന്താ നിന്നെ ചെയ്തത്, നീ അതുമായിട്ട് എന്താ ബന്ധം, നീ എന്താ ലേറ്റ് ആവാൻ എന്താ കാരണം എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ദ സൈൻ സെഡ്, ആ സൈൻ പറഞ്ഞ എന്താ, സ്കൂൾ എഹെഡ് ഗോസ് സ്ലോ, സ്കൂൾ അടുത്തുണ്ട് അപ്പം മെല്ലെ പോകാൻ പറഞ്ഞുകൊണ്ട് മെല്ലെ വന്നു, അതുകൊണ്ട് ലേറ്റ് ആയി എന്നാണ് അവൻ പറയുന്നത് അല്ലേ. ഡു യു ലൈക്ക് ദ കാർട്ടൂൺ? നിങ്ങൾക്ക് ഈ കാർട്ടൂൺ ഇഷ്ടമായോ? വൈ, എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? ഡിസ്കസ് ചെയ്യാം. ഡു യു റിമെമ്പർ എനി സച്ച് ഹ്യൂമറസ് അനക്ഡോട്ട്സ് ഫ്രം യുവർ സ്കൂൾ ലൈഫ്? അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഓർക്കുന്നുണ്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും ഹ്യൂമറസ് ആയിട്ടുള്ള എന്താണ് അനക്ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെട്ടുകഥയോ ചെറുകഥ, ഫലിതം ഒക്കെ പറയട്ടോ. രസകരമായ ഒരു സംഭവ കഥ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഡിസ്ക്രൈബ് സം ഓഫ് ദം, അതിൽ ഏതെങ്കിലും ഒന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം സം കാർട്ടൂണിസ്റ്റ്, പോയറ്റ്സ്, റൈറ്റേഴ്സ് ഹു ആർ ഫേമസ് ഫോർ ഹ്യൂമറസ് വർക്ക്സ്. ഇനി നിങ്ങൾ കാർട്ടൂണിസ്റ്റോ പോയറ്റുകളോ റൈറ്റേഴ്സ് ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള തമാശയിൽ കൂടിയുള്ള വർക്ക് ചെയ്ത കാർട്ടൂണിസ്റ്റുകളുണ്ട്, പോയറ്റ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട് അല്ലേ. അവരുടെ പേരുകൾ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കിട്ടുമോ? മലയാളത്തിലുണ്ട് കുഞ്ചൻ നമ്പ്യാർ അല്ലേ, തമാശയിലുള്ളതാണ് അയാൾ, ഫലിതങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഒരുപാട് കാർട്ടൂണിസ്റ്റും പോയറ്റ്സും റൈറ്റേഴ്സും ഒക്കെ ഹ്യൂമറിസ്റ്റ് അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, കേരള ഈസ് ഹോം ടു മെനി ഗ്രേറ്റ് ഹ്യൂമറസ് പോയറ്റ്. ലെറ്റസ് റീഡ്സ് അബൌട്ട് വൺ ഓഫ് ദം. എന്താണ്? കേരളത്തിൽ അല്ലേ ഒരുപാട് ഗ്രേറ്റ് ഹ്യൂമറസ് പോയറ്റ് ഉണ്ടായില്ലേ, നല്ല ഫലിതത്തിലുള്ള കവികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അവരിൽ എന്താണ്, അവരിൽ കുറച്ച് ആൾക്കാർ, ഒരാളെ നമുക്കിവിടെ പരിചയപ്പെടാം. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ അല്ലേ. ദ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലർ. കുഞ്ചൻ നമ്പ്യാർ ഇതാ ആരാണ് അദ്ദേഹം? ഗ്രേറ്റ് പോയറ്റുമാണ്, പിന്നെ നല്ല കഥ പറയുന്ന ഒരാളുമാണ് അല്ലേ. മെയ്ഡ് ലിറ്റററി വിറ്റ് ആൻഡ് ഹ്യൂമർ അൺഅണ്ടർസ്റ്റാൻഡബിൾ ടു ദ കോമൺ മാൻ. സാധാരണ ഒരു മനുഷ്യന് വരെ അവരുടെ ആ കോമൺ എന്താണ് ഹ്യൂമറസ് മനസ്സിലാക്കാൻ കഴിയും. ഹിസ് ആർട്ട് ഫോം ഓട്ടംതുള്ളൽ റിഫ്ലക്ട് ഹിസ് സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓട്ടംതുള്ളലാണ് അദ്ദേഹത്തിൻ്റെ ആർട്ട് അല്ലേ. അതിൻ്റെ അതിൽ തന്നെ എന്താണ്, ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അയാളുടെ ഹ്യൂമറിസ്റ്റാണ് എന്താക്കുന്നത്, അവതരിപ്പിക്കുന്നത് അല്ലേ. ലെറ്റസ് റീഡ് ആൻ അനക്ഡോട്ട് ഫ്രം ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളൊരു കഥ നോക്കാം നമുക്ക്. കുഞ്ചൻ നമ്പ്യാർ വാസ് വെരി പുവർ. കുഞ്ചൻ നമ്പ്യാർ എന്താണ്, ഭയങ്കര പാവപ്പെട്ട ഒരാളായിരുന്നു അല്ലേ. ഹി യൂസ്ഡ് ടു ഈറ്റ് ആൻഡ് ഊട്ടുപുര മെയിൻറ്റെയിൻ ബൈ ദ കിങ്. അദ്ദേഹം എന്താണ് ഭക്ഷണം കഴിക്കുന്നത് എവിടുന്നാണ്? ഊട്ടുപുരയിലാണ് അല്ലേ. രാജാവ് എന്താണ് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഊട്ടുപുര എന്ന് പറഞ്ഞില്ലേ. അവിടെ നിന്നാണ് അദ്ദേഹം സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. ദോസ് ഇൻ ചാർജ് ഓഫ് ദ ഊട്ടുപുര യൂസ്ഡ് ടു സെർവ് സ്റ്റെയിൽ ഫുഡ്. അപ്പോൾ അവിടെ ആ ഊട്ടുപുരയിലുള്ള ആൾക്കാരെന്താക്കി, അവർ സാധാരണയായിട്ട് എന്താണ് ഈ ഭക്ഷണം, നല്ല ഭക്ഷണമൊന്നും അവിടെ കൊടുത്തില്ല അല്ലെ, സ്റ്റെയിൽ ഫുഡാണ് അവിടെ സെർവ് ചെയ്തിരുന്നത്. വൺ ഡേ ദ കിങ് ആൻഡ് നമ്പ്യാർ വെർ വാക്കിംഗ് അലോങ് ദ മെയിൻ റോഡ്. ഒരു ദിവസം കിങ്ങും ഈ നമ്പ്യാർ, രാജാവും ഈ കുഞ്ചൻ നമ്പ്യാരും കൂടി റോഡിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അല്ലേ. ദേ കെയിം അക്രോസ് എ കൗ പാസിംഗ് ലൂസ് ഡഗ്. അപ്പോൾ എന്താക്കി, അവർ കണ്ടു എന്ത്, അവരിങ്ങനെ എന്താണ്, അവർ വന്ന ഇതിലൂടെയാണ് ഒരു കൗ അതിലൂടെ പാസ് ചെയ്തിരുന്നു അല്ലേ, ലൂസ് ഡങ് അല്ലേ. എന്താണ്, ചാണകട്ട് ലൂസായിട്ട് ചാണകട്ടുകൊണ്ട് അതിലെ പോയിരുന്നു. അതിലൂടെയാണ് അവർ അവർ പോയത്, അവർ വന്നത്. നമ്പ്യാർ വെൻ നിയർ ദ കൗ ആൻഡ് എൻഗോയഡ്. അപ്പോൾ എന്താക്കി, ആ പശുവിനെ അവിടെ എന്താ ലൂസായിട്ടുള്ള ചാണകട്ടുകൊണ്ട് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ എന്താക്കി, നമ്പ്യാർ എന്താക്കി, ആ കൗവിൻ്റെ അടുത്തേക്ക് പോയിട്ട് എൻഗോയഡ് അതിനോട് ചോദിക്കുകയാണ്, ആർ യു ഓൾസോ സെർവ്ഡ് ഫുഡ് ഫ്രം ദ കിങ്സ് ഊട്ടുപുര? എന്താണ്, നീയും ഈ കിങ്ങിൻ്റെ ഊട്ടുപുരയിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചു. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക്. അപ്പോൾ രാജാവിനായി കേട്ടു, രാജാവിനൊന്നും അറിയില്ലല്ലോ, രാജാവ് കേട്ടു. ഹി മെയ്ഡ് എൻക്വയറീസ് ആൻഡ് ഗേവ് ഓർഡേഴ്സ് ടു ഡിസ്മിസ് ദ കറപ്റ്റ് ഒഫീഷ്യൽസ്. എന്താണ് അദ്ദേഹം എന്താക്കി, അതിന് എൻക്വയർ ചെയ്തിട്ട് എന്താക്കി ഓർഡർ കൊടുത്തത്, ആ
തെറ്റ് ചെയ്ത ഒഫീഷ്യൽസിനെയൊക്കെ എന്താണ് ഡിസ്മിസ് ചെയ്യാൻ അല്ലേ. നെവർ മോർ വാസ് സ്റ്റെയിൽ ഫുഡ് സെർവ്ഡ് അറ്റ് ദ കിങ്സ് ഊട്ടുപുര. അതിനുശേഷം എന്താണ് രാജാവിൻ്റെ ഊട്ടുപുരയിൽ നിന്ന് എന്താണ് സ്റ്റെയിൽ ഫുഡ്, നല്ലതല്ലാത്ത ഫുഡൊന്നും സെർവ് ചെയ്തിട്ടില്ല. ഓക്കെ, വി ഹാവ് സീൻ ഹൗ കുഞ്ചൻ നമ്പ്യാർ യൂസ്ഡ് ഹിസ് ഇന്നേറ്റ് സെൻസ് ഓഫ് ഹ്യൂമർ ടു സോൾവ് എ ക്രൈസിസ്. അപ്പോൾ നമ്മളിവിടെ കണ്ടിട്ട് അല്ലേ എന്താ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ സെൻസ് വെച്ചിട്ട് എന്താക്കി, ഹ്യൂമർ സെൻസ് വെച്ചിട്ട് അദ്ദേഹം വലിയൊരു പ്രശ്നം സോൾവ് ചെയ്തു അല്ലേ. ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമർ? നിങ്ങൾക്ക് അറിയണ്ടേ ഈ ഹ്യൂമറിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? നൗ ലെറ്റ് us read something about a humor. നമുക്ക് എന്താക്കാം ഹ്യൂമറിനെ കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് നോക്കാം, വായിക്കാം. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡു യു റീഡ് ഫണ്ണി ഹ്യൂമറസ് സ്റ്റോറീസ്? നെയിം സം ഓഫ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ റീഡ് ചെയ്തു അല്ലേ, ഫണ്ണി ആയിട്ടുള്ള തമാശപരമായിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങൾ ഇവിടെ റീഡ് ചെയ്തു അല്ലേ. അതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? കൗണ്ട്, കുഞ്ചൻ നമ്പ്യാറുണ്ട്, കിങ് ഉണ്ട് അല്ലേ, അവരൊക്കെ പേര് എഴുതുക കേട്ടോ. ഇനി വാട്ട് ഈസ് ഹ്യൂമർ? ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. ഹ്യൂമർ ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ ക്വാളിറ്റി ഇൻ സംതിങ് ദാറ്റ് മേക്ക് ഇറ്റ് ഫണ്ണി. എന്താണ് ഈ ഹ്യൂമർ എന്ന് പറയുന്നത്? എന്താണ് സിംപ്ലി ആയിട്ട് ഡിഫൈൻഡ് ക്വാളിറ്റി ഇൻ സംതിങ് ദാറ്റ് മേക്സ് ഫണ്ണി. തമാശ രൂപത്തിൽ പറയുന്ന ഒരു സംഭവത്തിനാണ് എന്ത് ഹ്യൂമർ എന്ന് പറയുന്നത്. ഹ്യൂമർ ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ ക്വാളിറ്റി ഇൻ സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് ഫണ്ണി. എന്താണ് തമാശയെ തമാശയാക്കുന്ന ഒന്നിലെ ഒരു ഗുണമായി ലളിതമായി നിർവചിക്കാം അല്ലേ. ഹ്യൂമർ ലീഡ്സ് ലാഫർ. എന്താണ് ഈ ഹ്യൂമർ ചിരിയിലേക്ക് നയിക്കുന്നു അല്ലേ. വെൻ ലാഫർ ഈസ് ഷെയർഡ്, എന്താണ് ചിരി പങ്കിടുമ്പോൾ ഇറ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗദർ ആൻഡ് ഇൻക്രീസസ് ഹാപ്പിനെസ് ആൻഡ് ഇൻറ്റിമസി എമംഗ് ദം. എന്താണ് അത് ആളുകളെ ഒരുമിപ്പിക്കുകയും അവർക്കിടയിൽ സന്തോഷവും അടുപ്പവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ആൻഡ് കൾച്ചർ ക്യാൻ റെസ്പോണ്ട് ടു ഹ്യൂമർ ഇൻസ്റ്റന്റ്ലി. എന്താണ് എല്ലാ പ്രായത്തിലും സംസ്കാരത്തിലുള്ള ആളുകൾക്ക് തമാശയോട് തൽക്ഷണം പ്രതികരിക്കാൻ കഴിയുമെന്നത് ശ്രദ്ധേയമാണ് അല്ലേ. മോസ്റ്റ് പീപ്പിൾ ആർ ഏബിൾ ടു ലാഫ് ഓർ സ്മൈൽ അറ്റ് സംതിങ് ഫണ്ണി and are therefore considered to have a sense of humor. എന്താണ് ഇവിടെ മിക്ക ആളുകൾക്കും തമാശയുള്ള കാര്യങ്ങളിൽ ചിരിക്കാനോ പുഞ്ചിരിക്കാനോ കഴിയും. അതിനാൽ നർമ്മബോധം ഉള്ളവരായി കണക്കാക്കപ്പെടുന്നു അല്ലേ. നർമ്മബോധം ഉള്ളവരായി അവരെ കണക്കാക്കപ്പെടുന്നു. ഹ്യൂമർ ആൻഡ് ലാഫർ ഇറ്റ് ഈസ് സെഡ്. എന്താണ് നർമ്മവും ചിരിയും ഒരാളെ എന്താ പറയുന്നത്? എന്താ സ്ട്രെങ്തൻ വൺസ് ഇമ്മ്യൂൺ സിസ്റ്റം, എൻഹാൻസ് വൺസ് എനർജി ആൻഡ് protect one from the damaging effects of stress. In fact, humor is a priceless medicine. This medicine is free, quite easy to use and available everywhere. എന്താണ് നർമ്മവും ചിരിയും ഒരാളുടെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ഊർജം വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദത്തിൻ്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് ഒരാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഹ്യൂമർ ഒരു അമൂല്യമായ ഔഷധമാണ്. ഈ മരുന്ന് സൗജന്യമാണ്, ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, എല്ലായിടത്തും ലഭ്യമാണ് അല്ലേ. ഇനി വെൻ വി ക്രാക്ക് എ ജോക്ക് ഇറ്റ് മസ്റ്റ് ബി റിമെമ്പർഡ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് എനി വൺ. എന്താണ് നമ്മൾ തമാശ പറയുമ്പോൾ അത് എന്താണ് ഓർക്കേണ്ടത്? ഒരാളെ മനസ്സ് വേദനിപ്പിക്കരുത് അല്ലേ. ഒരാളെ വേദനിപ്പിച്ച് എന്താക്കരുത്, അയാളെ കളിയാക്കരുത് അല്ലേ. അപ്പോൾ അത് നമ്മളെപ്പോഴും എന്താണ് ഓർക്കേണ്ടതാണ്. ഓക്കെ, ഒരാളെ തമാശയിൽ കൂടി അയാളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്താക്കരുത്, കളിയാക്കരുത്. കേട്ടല്ലോ. ദെൻ അതാണ് ഹ്യൂമറിനെ കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ കാരിയർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ തന്നെ ചെയ്യാം അല്ലേ. നോക്കാം നമുക്ക്. ഹ്യൂമർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് അവർ ലൈഫ്. ഈവൻ ഇൻ എ വെരി സീരിയസ് സിറ്റുവേഷൻസ് ദർ ക്യാൻ ബി ഇൻസ്റ്റൻസസ് ഓഫ് ഹ്യൂമർ. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. റീഡ് ഓൺ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഡെയിലി ആക്ടിവിറ്റീസിൽ എന്താണ് നമ്മളെ ഹ്യൂമർ നർമ്മം എന്താണ് പ്രസൻ്റ് ആണ് അല്ലേ, ഉണ്ടാവും. ഈവൻ ഇൻ എ വെരി സീരിയസ് സിറ്റുവേഷൻസ്, എന്താണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും ദർ ക്യാൻ ബി ഇൻസ്റ്റൻസ് ഓഫ് ഹ്യൂമർ. എന്താണ് ഒരു ഹ്യൂമർ അവിടെ കടന്നു വരും അല്ലേ. ഹിയർ ഈസ് എൻ എക്സാമ്പിൾ. അതൊരു എക്സാമ്പിളാണ് ഇത്. റീഡ് ഓൺ. ഇത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഫിനാൻഷ്യൽ കാരിയർ. എന്താണ് മൈ ഫിനാൻഷ്യൽ കാരിയർ? സ്റ്റീഫൻ ലീകോക്കാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആരാണ് സ്റ്റീഫൻ ലീകോക്ക്? സ്റ്റീഫൻ ബട്ട്ലർ ലീകോക്ക് എന്നാണ് അയാളുടെ ഫുൾ നെയിം. 1869 to 1944 വരെയാണ് അവർ ജീവിച്ചിരുന്നത് അല്ലേ. ഈസ് ആൻ ഇംഗ്ലീഷ് ബോൺ കനേഡിയൻ ടീച്ചറായിരുന്നു, റൈറ്ററാണ് ആൻഡ് ഹ്യൂമറിസ്റ്റ് ആണ് അല്ലേ. ഹി ഈസ് നോൺ ഫോർ ഹിസ് ലൈറ്റ് ഹ്യൂമർ ആൻഡ് ക്രിറ്റിസിസം ഓഫ് പീപ്പിൾസ് ഫോളീസ്. എന്താണ് അദ്ദേഹത്തിന് എന്താണ് ലൈറ്റ് ഹ്യൂമറും ക്രിറ്റിസിസും ആണ്. ആൾക്കാരെ ഓരോ ഇതിലും
എന്താണ് ക്രിറ്റിസിസം, എന്താണ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വിമർശിക്കുക അല്ലെ. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വിമർശിക്കുക. അപ്പോൾ എന്താണ്, ഈ നേരിയ നർമ്മത്തിനും ആളുകളുടെ വിഡ്ഢിത്തങ്ങളെ വിമർശിച്ചും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെന്താ, ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ സൺഷൈൻ സ്കെച്ചസ് ഓഫ് എ ലിറ്റിൽ ടൗൺ, ആർക്കേഡിയൻ അഡ്വഞ്ചേഴ്സ് വിത്ത് ദ ഇഡിൽ റിച്ച്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന വർക്കുകൾ അല്ലെ, കൃതികൾ. ദ സ്റ്റീഫൻ ലീകോക്ക് മെമ്മോറിയൽ മെഡൽ ഫോർ ഹ്യൂമർ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഹിസ് ഓണർ. എന്താണ്, അദ്ദേഹത്തിന് എന്താണ് ബഹുമാന അർത്ഥം, അദ്ദേഹത്തിന് എന്താണ് ഒരു മെഡലും ലഭിച്ചിട്ടുണ്ട് അല്ലെ. സ്റ്റീഫൻ എന്താണ് ഹ്യൂമറിന്റെ ഭാഗമായിട്ട് തമാശ രൂപത്തിലുള്ളതിന് അദ്ദേഹത്തിന് ഒരു മെഡലും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്താണ് ആ സ്റ്റോറി നമുക്ക് നോക്കാം. When I go into a bank, I get nervous. എന്താണ്, ഞാൻ ബാങ്കിൽ പോയപ്പോൾ എന്താണ്, ഞാൻ ഭയങ്കര പരിഭ്രമത്തിലാണ്, നെർവസ്ഡാണ് അല്ലേ. ദ ക്ലർക്സ് മേക്ക് മീ നെർവസ്. എന്താണ്, അവിടെയുള്ള ക്ലർക്കിനെ നെർവസ് ആക്കി, പരിഭ്രമത്തിലാക്കി. ദ ലിറ്റിൽ വിൻഡോസ് അറ്റ് ദ കൗണ്ടേഴ്സ് മേക്ക് മീ നെർവസ്. നമ്മൾ ബാങ്ക് പോയാലുണ്ടെന്നുണ്ട് അവിടെ ചെറിയ ചെറിയ വിൻഡോസ് ഉണ്ടാവും അല്ലേ. ക്യാഷ് വാങ്ങുന്നോ അല്ലെങ്കിൽ ബില്ല് കൊടുക്കുന്നൊക്കെ ചെറിയ ചെറിയ വിൻഡോസ് ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതും എന്നെ എന്താക്കി, നെർവസ് ആക്കി അല്ലേ, പരിഭ്രമത്തിലാക്കി. ദ സൈറ്റ് ഓഫ് ദ മണി മേക്ക് മീ നെർവസ്. എന്താണ്, അവിടെയുള്ള പൈസയും എന്നെ എന്താക്കി, നെർവസ് ആക്കി. എവറിത്തിങ് മേക്സ് മീ നെർവസ്. എല്ലാ കാര്യവും എന്നെ എന്താക്കി, അവിടെയുള്ള എല്ലാ സാധനങ്ങളും എന്നെ എന്താക്കി, നെർവസ് ആക്കി അല്ലേ. നെവർദലെസ് ഐ ഹാഡ് ടു ഗോ ടു ദ ബാങ്ക്. എന്നാലും എന്താണ്, എനിക്ക് ബാങ്കിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ. എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു അല്ലേ. ദർ വാസ് എ ഫെയർ ഇൻക്രീസ് ഇൻ മൈ സാലറി. എന്താണ്, എനിക്ക് എന്താണ്, എൻ്റെ സാലറി കുറച്ച് കൂട്ടിയിട്ടുണ്ട് അല്ലേ. ഐ വാണ്ടഡ് ടു ഡെപ്പോസിറ്റ് ദ മണി വിത്ത് ദ ബാങ്ക്. എനിക്ക് എന്താണ്, ഈ മണി എന്താണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ. ഐ ഫെൽറ്റ് ദാറ്റ് ദ ബാങ്ക് വാസ് ദ ഓൺലി പ്ലേസ് ഫോർ ഇറ്റ്. എന്താണ്, എനിക്ക് തോന്നിയത് ആ ബാങ്കാണ് ഇങ്ങനെ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള നല്ലൊരു മാർഗം ബാങ്കാണെന്ന് എനിക്ക് തോന്നി. ഐ വാക്ക്ഡ് ഇൻ വിത്ത് ഡ്രാഗിങ് ഫീറ്റ് ആൻഡ് ലുക്ക്ഡ് ഷൈലി റൗണ്ട് അറ്റ് ദ ക്ലർക്സ്. അയാൾ ആദ്യമായിട്ടാണ് എന്താക്കുന്നത്, അദ്ദേഹം ബാങ്കിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ എന്താണ്, എല്ലാം അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുകയാണ് അല്ലേ, പരിഭ്രമത്തിലാക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, അദ്ദേഹം ഏതായാലും ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു. എന്തിനാ വെച്ചാൽ അയാളുടെ സാലറി കൂട്ടിയതിനാൽ അത് മണി എന്താ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടിയിരുന്നു ബാങ്കിൽ അല്ലേ. അതാണ് നല്ലത് വഴിയെന്ന് അദ്ദേഹത്തിന് തോന്നി. ഞാൻ എന്താക്കി, നടന്നു ഉള്ളിലേക്ക് അല്ലേ. ഡ്രാഗിങ് ഫീറ്റ്, വലിച്ചയക്കുന്ന കാലുകളായിട്ട്. ആൻഡ് ലുക്ക്ഡ് ഷൈലി റൗണ്ട് അറ്റ് ദ ക്ലർക്സ്. അവിടെയുള്ള ക്ലർക്സിനെയൊക്കെ ഞാൻ എന്താക്കി, നാണത്തോടു കൂടി നോക്കി അല്ലേ. അയാൾക്ക് അത് പോയി പരിചയമല്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയങ്കര വെറീഡായി തോന്നിയത് അല്ലേ. ഐ ഹാഡ് ആൻ ഐഡിയ ദാറ്റ് എ പേഴ്സൺ അബൌട്ട് ടു ഓപ്പൺ എൻ അക്കൗണ്ട് മസ്റ്റ് കൺസൾട്ട് ദ മാനേജർ. എനിക്ക് എന്താ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എന്താണ്, ഒരു പേഴ്സൺ, അതായത് ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആരെ കാണേണ്ടതെന്നുള്ളത്, എന്താണ്, മാനേജറിനെ കാണണം എന്നുള്ളതിൻ്റെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഐ വെൻ്റ് ടു എ കൗണ്ടർ മാർക്ക്ഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു കൗണ്ടറിൽ മാർക്ക് ചെയ്തിരുന്നു അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അവിടേക്ക് ഞാൻ പോയി. അവിടെ ഇത് തൂക്കിയിട്ടുണ്ടാവില്ല, അക്കൗണ്ടൻറ്റ് എന്ന സ്ഥലത്ത് ഓരോ ഇതായിട്ട് ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എഴുതി വെച്ച അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചെടുത്ത് അയാൾ എന്താക്കി പോയി. ദ അക്കൗണ്ടൻറ്റ് വാസ് എ ടോൾ കൂൾ ഫെലോ അല്ലേ. അക്കൗണ്ടൻറ്റ് എന്താണ്, കുറച്ച് ഹൈറ്റുള്ള വലിയ ടോളായിട്ടുള്ള ഒരു കൂൾ ഫെലോ ആയിരുന്നു അല്ലേ. ഒരു സാമാന്യ ഒരു കൂളായിട്ടുള്ള ഒരാളായിരുന്നു. ദ വെരി സൈറ്റ് ഓഫ് ഹിം മെയ്ഡ് മീ നെർവസ്. ആ സൈറ്റ് വരെ എന്നെ എന്താക്കി, മെയ്ഡ് മീ നെർവസ്. വെരി സൈറ്റ് ഓഫ് ഹിം, അദ്ദേഹത്തിൽ നിന്നുള്ള സൈറ്റ് പോലും എന്നെ എന്താക്കി, അസ്വസ്ഥനാക്കി അല്ലേ, നെർവസ് ആക്കി, പരിഭ്രമത്തിലാക്കി അല്ലേ. മൈ വോയിസ് വാസ് ഡീപ്പ് ആൻഡ് ഹോളോ. എന്താണ്, എൻ്റെ വോയിസ് എന്താണ്, ആഴത്തിലുള്ളതും ഭയങ്കര ഒരു ഇതുള്ളതുമായിരുന്നു. അപ്പോൾ ആ സൗണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ്, ഭയങ്കര ഡീപ്പായിട്ടും ഹോളോ ആയിട്ടാണ് എൻ്റെ വോയിസ് വന്നത്. ക്യാൻ ഐ സീ ദ മാനേജർ? അല്ല, എനിക്ക് മാനേജറിനെ കാണാൻ കഴിയുമോ? ഐ സെഡ് ആൻഡ് ആഡഡ് സോളംലി എലോൺ. ഞാൻ സാധാ പറഞ്ഞു എലോൺ, ഒറ്റയ്ക്ക് എന്നല്ലേ. ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് എലോൺ. പക്ഷെ എനിക്കറിയില്ല ഞാൻ എന്തിനാ എലോൺ എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മാനേജറിനെ കാണാൻ കഴിയുക എലോൺ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലേ. അപ്പോൾ അറിയില്ല എനിക്ക് എന്തിനാണ് ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞത്, എനിക്കറിയില്ല. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അല്ലേ, അതെന്തിനാ പറഞ്ഞത് എനിക്കിപ്പോഴും അറിയില്ല. സെർട്ടൻലി സെഡ് ദ അക്കൗണ്ട്. ഓ തീർച്ചയായും എന്ന് പറഞ്ഞില്ലേ, അക്കൗണ്ടൻറ്റ് പറഞ്ഞു. ദ മാനേജർ വാസ് എ ഗ്രേവ് കാം മാൻ. എന്താ, മാനേജർ ഒരു കാമായിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ. അറിയൂ ദ മാനേജർ? ഐ ആസ്ക്ഡ്. നിങ്ങളാണ് മാനേജർ എന്ന് ചോദിച്ചില്ലേ. അതേന്ന് പറഞ്ഞില്ലേ. യെസ് ഹി സെഡ്. അയാൾ പറഞ്ഞില്ലേ. ക്യാൻ ഐ സീ യു? എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമോ? ഐ ആസ്ക്ഡ് എലോൺ. അപ്പോഴും ആൾ പറഞ്ഞു എന്താണ്, എലോൺ, ഒറ്റയ്ക്ക് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചില്ലേ. ഐ ഡിഡ്ന്റ് വാണ്ട്സ് ടു സേ എലോൺ അഗെയിൻ. എനിക്കറിയില്ല ഞാൻ പിന്നെയും എലോൺ എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്. പക്ഷെ എന്താ, എനിക്ക് എന്താണ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ.
ദ മാനേജർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സം അലാം. കുറച്ച് നേരത്തേക്ക് എന്നെ അങ്ങനെ അയാൾ നോക്കി മാനേജർ അല്ലേ. ഹി ഫെൽ ദാറ്റ് ഐ ഹാഡ് എ ടെറിബിൾ സീക്രറ്റ് ടു റിവീൽ. അപ്പോൾ എന്താണ് അവർക്ക് തോന്നി എന്താണ് മാനേജർ എന്നെ നോക്കിയില്ല, അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും എന്തോ സീക്രറ്റ് എന്തോ വെളിപ്പെടുത്താനുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ലീകോക്ക് ഫീൽ ബിഫോർ ഗോയിങ് ടു ദ ബാങ്ക്. എങ്ങനെയാണ് ലീകോക്കിന് എന്താണ് ഫീൽ ചെയ്തത് ബാങ്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. വൈ ഡിഡ് ദ ഓദർ ഗോ ടു ദ ബാങ്ക്. എന്തുകൊണ്ടാണ് ഈ എഴുത്തുകാരൻ ബാങ്കിലേക്ക് പോയത്. വാട്ട് ഡിഡ് ദ ഓദർ ടെൽ ദ അക്കൗണ്ടന്റ്. എന്താണ് ഈ എഴുത്തുകാരൻ അക്കൗണ്ടന്റിനോട് പറഞ്ഞത്. ആർ യു ദ മാനേജർ. ഡു യു തിങ്ക് ഇറ്റ് ഈസ് പ്രോപ്പർ ടു ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടോ. ആർ യു ദ മാനേജർ. നിങ്ങളാണോ മാനേജർ. നമുക്കൊരു ഒരു ബഹുമാനത്തോടു കൂടിയൊക്കെ ഇല്ല ചോദിക്കുക മാനേജറോടൊക്കെ. അപ്പോൾ ഇത് ചോദിക്കുന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ. വൈ ഡിഡ് ദ മാനേജർ ലുക്ക് അറ്റ് ഹിം ഇൻ അലാം. എന്തുകൊണ്ടാണ് മാനേജർ അയാളെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ നോക്കിയത്. എന്തുകൊണ്ടാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഈ മാനേജറിന് തോന്നി എന്താണ് ഒരു ടെറിബിൾ ആയിട്ടുള്ള സീക്രറ്റ് എന്തോ വെളിപ്പെടുത്താനുണ്ട് എന്നാണ് അല്ലേ. എന്തോ സീക്രറ്റ് ഇയാൾക്ക് വെളിപ്പെടുത്താനുണ്ട് എന്നാണ് അയാൾക്ക് തോന്നിയത് അല്ലേ. കം ഇൻ ഹിയർ ഹി സെഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞില്ലേ. ആൻഡ് ലെറ്റ് ദ വേ ടു എ പ്രൈവറ്റ് റൂം. അദ്ദേഹം എന്താക്കി ഒരു പ്രൈവറ്റ് റൂമിലേക്ക് പോയി അല്ലേ. ഹി ടേൺ ദ കീ ഇൻ ദ ലോക്ക്. അദ്ദേഹം എന്താക്കി ഒരു കീ എടുത്തു അല്ലേ. കീ എടുത്ത് ലോക്ക് തിരിച്ചു. വി ആർ സേഫ് ഫ്രം ഇൻട്രപ്ഷൻ ഹിയർ. നമ്മളിവിടെ എന്താ സേഫ് ആണ് അല്ലേ. ഹി സെഡ് സിറ്റ് ഡൗൺ. നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു അല്ലേ. വി ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഞങ്ങൾ രണ്ടാളും അവിടെ ഇരുന്നില്ല. എന്നിട്ട് അങ്ങോട്ടും നോക്കിയിരുന്നു അല്ലേ. ഐ ഫൗണ്ട് നോ വോയിസ് ടു സ്പീക്ക്. എന്താണ് എനിക്കൊന്നും സംസാരിക്കാൻ വരുന്നില്ല അല്ലേ. യു ആർ എ ഡിറ്റക്റ്റീവ് ഐ സപ്പോസ് ഹി സെഡ്. അദ്ദേഹം പറഞ്ഞില്ല നിങ്ങൾ ഡിറ്റക്റ്റീവ് ആണോ എനിക്കൊരു സംശയം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പോൾ വാട്ട് ഡിഡ് ദ മാനേജർ ഗസ് അബൌട്ട് ദ ഓദർ. വൈ. എന്താണ് മാനേജർ ഓദറിനെ കുറിച്ച് ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഓക്കെ. ദെൻ ഐ ആം നോട്ട് എ ഡിറ്റക്റ്റീവ് അറ്റ് ഓൾ. ഞാൻ ഡിറ്റക്റ്റീവ് ഒന്നുമല്ല. ഐ ഹാവ് കം ടു ഓപ്പൺ എൻ അക്കൗണ്ട്. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്. ഞാൻ വന്നത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. ഐ ഇൻറ്റൻഡ് ടു കീപ് ഓൾ മൈ മണി ഇൻ ദിസ് ബാങ്ക്. എന്താണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് എൻ്റെ എല്ലാ പൈസയും എന്താണ് ഈ ബാങ്കിലേക്ക് സൂക്ഷിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് വന്നു പറഞ്ഞു അല്ലേ. ദ മാനേജർ ലുക്ക്ഡ് റിലീവ്ഡ് ബട്ട് സ്റ്റിൽ സീരിയസ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായി കുറച്ച് റിലീവായി തോന്നി, ആശ്വാസമായി തോന്നി. പക്ഷെ അദ്ദേഹം സീരിയസ് ആയി അല്ലേ. ഹി കൺക്ലൂഡഡ് നൗ ദാറ്റ് ഐ വാസ് എ മില്യനെയർ. അപ്പോൾ അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് എന്താണ് അദ്ദേഹം വിചാരിച്ചത് എന്താണ് ഞാനെന്തോ ഒരു വലിയ മില്യനെയർ ആണ്, കോടീശ്വരനാണെന്നൊക്കെ വിചാരിച്ചത് അല്ലേ. എ ലാർജ് അക്കൗണ്ട് ഐ സപ്പോസ് ഹി സെഡ്. വലിയ അക്കൗണ്ടാണോ ഞാൻ വിചാരിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞു അല്ലേ. ഫെയർലി ലാർജ്. എന്താണ് ഐ വിസ്പേർഡ്. ഫെയർലി ലാർജ് ആണ്. ഐ പ്രപ്പോസ് ടു ഡെപ്പോസിറ്റ് $56 നൗ ആൻഡ് $50 എ മന്ത് റെഗുലർലി. എന്താണ് ഇതാക്കുന്ന എന്താ $56 ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ എല്ലാ മാസവും എന്താണ് $50 എന്താക്കും റെഗുലർലി ആയിട്ട് എല്ലാ മാസവും ഞാൻ ഇട്ടെന്ന് പറഞ്ഞു. ഐ കുഡ് സീ ദ മാനേജർ ട്രൈയിങ് ടു സപ്രസ് എ ലാഫ്. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് മാനേജർ എന്താണ് അയാളുടെ ചിരി ഇങ്ങനെ അടക്കി നിർത്താൻ ശ്രമിക്കുകയാണ് അല്ലേ. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഓപ്പൺ ദ ഡോർ. അദ്ദേഹം എഴുതിയിട്ട് എന്താക്കി ഡോറൊക്കെ തുറന്നു അല്ലേ. ഹി കോൾ ടു ദ അക്കൗണ്ടന്റ്. അദ്ദേഹം എന്തായി അക്കൗണ്ടന്റിനെ വിളിച്ചു അല്ലേ. മിസ്റ്റർ മോൺഗോമറി എന്താണ് മോൺഗോമറിയോട് പറയുന്നത്. ഹീ സെഡ് അൺകൈൻഡ്ലി ലൗഡ്. എന്താണ് കൈൻഡ് ഇല്ലാത്ത സൗണ്ടിൽ വിളിച്ചു. ദിസ് ജെന്റിൽമാൻ ഈസ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഹീ വിൽ ഡെപ്പോസിറ്റ് $56. ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന് എന്താണ് $56 എന്താക്കണം ഡെപ്പോസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ദെൻ വൈ ഡിഡ് മാനേജർ ലുക്ക് റിലീവ്ഡ്. എന്തുകൊണ്ടാണ് മാനേജർ റിലീവായിട്ട് ഇരുന്നത്, ആശ്വാസത്തിലായത്. അയാൾക്ക് എന്താ ഡിറ്റക്റ്റീവ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലേ. ദെൻ അങ്ങനെ എന്താക്കി എന്താണ് അക്കൗണ്ടൻറ്റിനെ വിളിച്ചിട്ട് എന്താക്കി $56 ഡെപ്പോസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എന്താക്കി പറഞ്ഞു അല്ലേ. ഐ റോസ്. ഞാൻ എണീറ്റു. ദ മാനേജർ ഷോഡ് മീ ദ വേ ടു ദ അക്കൗണ്ടന്റ്. അദ്ദേഹം മാനേജർ കാണിച്ചു തന്നത് അക്കൗണ്ടന്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി. ഐ വെന്റ് അപ്പ് ടു ദ അക്കൗണ്ടൻസ് കൗണ്ടർ ആൻഡ് പുഷ്ഡ് ദ മണി അറ്റ് ഹിം വിത്ത് എ സഡൻ. എന്താണ് ഞാൻ അക്കൗണ്ടൻറ്റിൻ്റെ കൗണ്ടറിലേക്ക് പോയിട്ട് എന്താക്കി ഞാൻ എൻ്റെ പൈസ കണ്ടെടുത്തിട്ട് പെട്ടെന്ന് പൈസ കണ്ടെടുത്ത് അങ്ങോട്ടേക്ക് ഇട്ടെടുത്തു. ക്വിക്ക് മൂവ്മെൻറ്റ് ആസ് ഇഫ് ഐ വർ ഡൂയിങ് കോൺചറിങ് ട്രിക്ക്. എന്താണ് ആ പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു കോൺചറിങ്ങിൻ്റെ ട്രിക്ക് പോലെ അദ്ദേഹം എന്താക്കിയേ പെട്ടെന്നുള്ള ആ മൂവ്മെൻറ്റിൽ
അദ്ദേഹനെ അയാൾക്ക് തോന്നിപ്പിച്ചു അല്ലേ. മൈ ഫേസ് വാസ് പെയിൽ ആസ് ഡെത്ത്. എൻ്റെ ഫേസ് ആണെങ്കിൽ ഇപ്പോൾ എന്താണ് വിളറി നിൽക്കുകയാണ് അല്ലേ. ഭയങ്കര വിളറി നിൽക്കുകയാണ്. പെട്ടെന്നുള്ള ഇയാൾക്ക് അവിടെ പോയ പരിചയമല്ല. പിന്നെ അയാൾ ചെയ്യുന്നത് എന്താന്ന് തന്നെ അയാൾക്ക് തന്നെ തോന്നുന്നില്ല. അങ്ങനെ ഇതിൽ എന്താണ് ആകെ ഒരിതായിട്ട് അയാൾ എന്താണ് എന്താ ചെയ്യേണ്ടത് എന്താ ഇതാക്കേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ ഈ അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പോയപ്പോൾ പെട്ടെന്ന് അയാൾ പൈസ കൊണ്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ട് അല്ലേ, ഒരു ട്രിക്ക് പോലെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് എന്നിട്ട് അപ്പോഴത്തേനും എൻ്റെ ഫേസൊക്കെ എന്താണ് പെയിൽ ആസ് ഡെത്ത് അല്ലേ, വിള്ളറി വെളുത്തിട്ടുണ്ട് അല്ലേ, മരിച്ച പോലെ ഒരു വിള്ളറി വെളുത്ത് പോയിട്ടുണ്ട്. ഹിയർ ഐ സെഡ്, ഇതാ ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നു. ദ ടോൺ ഓഫ് ദ വേർഡ് സീം ടു മീൻ ലെറ്റ് us ഡു ദിസ് പെയിൻഫുൾ തിങ്. എന്താണ് അദ്ദേഹം ഈ ടോൺ അതാ ഡെപ്പോസിറ്റ് ചെയ്യുന്നു പറഞ്ഞ് അക്കൗണ്ടിൻ്റെ അടുത്താണ് പൈസ എടുത്തിട്ടത് അല്ലേ. അപ്പം ഇത് നിക്ഷേപിക്കൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് വേദനാജനകമായ ഈ കാര്യം നമുക്ക് ചെയ്യാമെന്ന അർത്ഥത്തോടു കൂടിയാണ് അയാൾക്ക് എന്താക്കുന്നത് അർത്ഥാക്കിയത് അല്ലേ. ഹി ടുക്ക് ദ മണി ആൻഡ് ഗേവ് ഇറ്റ് ടു അനദർ ക്ലർക്ക്. അദ്ദേഹം എന്താക്കി ആ പൈസ എടുത്തിട്ട് വേറൊരു ക്ലർക്കിന് കൊടുത്തു അല്ലേ. ഹി മെയ്ഡ് മീ റൈറ്റ് ദ സം ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് സൈൻ മൈ നെയിം ഇൻ എ ബുക്ക്. എന്താണ് അദ്ദേഹം എന്താക്കി ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് എന്താക്കി എൻ്റെ പേരൊക്കെ ബുക്കിൽ എഴുതിച്ച് ഒപ്പിടിപ്പിച്ചു. ഐ നോ ലോങ്ങർ ന്യൂ വാട്ട് ഐ വാസ് ഡൂയിങ്. എനിക്ക് അറിയില്ല ഞാൻ എന്താ അത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിയുന്നില്ല. ദ ബാങ്ക് വാസ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ബിഫോർ മൈ ഐസ്. എൻ്റെ കണ്ണുകളിൽ ബാങ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് പോകുന്നത്, അതിങ്ങനെ ഓർക്കണം കേട്ടോ. അവനാകെ വെറീഡാണ്. ഫസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴുള്ള ആ വെറീഡാണ് അയാൾക്ക് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ബാങ്ക് മൊത്തം കറങ്ങുന്നത് പോലെയാണ് അദ്ദേഹത്തിന് കണ്ണുകളിൽ ഫീൽ ചെയ്യുന്നത്. മൈ ഐസ്, എൻ്റെ കണ്ണിന് മുന്നിൽ ഇതൊക്കെ എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈസ് ഇറ്റ് ഡെപ്പോസിറ്റഡ് ഐ ആസ്ക്ഡ് നെർവസ്ലി. എന്താണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യാണോ? ഇറ്റ് ഈസ് സെഡ് ദ അക്കൗണ്ടൻറ്റ് അല്ലേ. എന്താണ് ഈസ് ഇറ്റ് ഡെപ്പോസിറ്റ്, ഇതെന്താണ് ഇത് ഡെപ്പോസിറ്റ് ആണോ എന്ന് ചോദിച്ചില്ലേ. ഇറ്റ് ഈസ് സെഡ് ദ അക്കൗണ്ട്, ഡെപ്പോസിറ്റ് ആയി എന്ന് പറഞ്ഞില്ലേ. ദെൻ ഐ വാണ്ട് ടു ഡ്രോ എ ചെക്ക്. എനിക്ക് എന്താണ് ഒരു ചെക്ക് വേണം, ചെക്ക് വിളിക്കണം എന്ന് പറഞ്ഞില്ലേ. ഐ വാണ്ട് ടു ഗെറ്റ് ബാക്ക് സം മണി. എനിക്കൊരു ചെക്ക് വേണം, എനിക്ക് എന്താണ് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞില്ലേ. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ എ പ്രസൻറ്റ് യൂസ്. എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ $6, $56 ആണല്ലോ കൊടുത്തത്, അതിൽ $6 എന്താക്കുക എൻ്റെ പ്രസൻറ്റ് യൂസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എൻ്റെ ഐഡിയ അതായിരുന്നു. സമ്മൺ ഗേവ് മി എ ചെക്ക് ബുക്ക് ത്രൂ എ ലിറ്റിൽ വിൻഡോ. ആരോ ഒരാൾ എനിക്ക് എന്താക്കി ഒരു ചെക്ക് ബുക്ക് തന്നു ആ ചെറിയ വിൻഡോയിലൂടെ. ആൻഡ് സമ്മൺ എൽസ് ബിഗാൻ ടെല്ലിങ് മീ ഹൗ ടു റൈറ്റ് ഇറ്റ് ഔട്ട്. ആരോ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നെ എങ്ങനെ എഴുതണ്ടേന്നൊക്കെ അയാൾ പറഞ്ഞു തന്നെ. ദ പീപ്പിൾ ഇൻ ദ ബാങ്ക് തോട്ട് ദാറ്റ് ഐ വാസ് എ മില്യനെയർ ഹൂ ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. എന്താണ് ബാങ്കിലുള്ള ആൾക്കാരെ വിചാരിച്ചത് എന്താണ് ഞാനൊരു മില്യനർ ആയിരുന്നു. ഹൂ ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. എന്താണ് അദ്ദേഹത്തിന് എന്തോ തെറ്റ് സംഭവിച്ചായിരിക്കുന്നതാണ് വിചാരിച്ചത്. ഞാനൊരു മില്യനർ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഐ റോട്ട് സംതിങ് ഓൺ ദ ചെക്ക് ആൻഡ് ത്രസ്റ്റ് ഇറ്റ് ഇൻ അറ്റ് ദ ക്ലർക്ക്. ഞാൻ എന്താക്കി ആ ചെക്കിൽ എന്തോന്ന് എഴുതി, എന്നിട്ട് എന്താക്കി ക്ലർക്കിന് കൊടുത്തില്ലേ. ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അദ്ദേഹം അതിലേക്ക് നോക്കി. അപ്പോൾ അയാൾ ആ ചെക്കിലേക്ക് നോക്കിയില്ലേ. വാട്ട് ആർ യു ഡ്രോയിങ് ഇറ്റ് ഓൾ ഔട്ട് അഗെയിൻ? നിങ്ങൾ ഇത് മൊത്തം എടുക്കുകയാണോ എന്ന് ചോദിച്ചില്ലേ. ഹി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. അദ്ദേഹം അത്ഭുതത്തോട് കൂടി ചോദിച്ചു. ദെൻ ഐ റിയലൈസ് ദാറ്റ് ഐ ഹാഡ് റിട്ടൺ 56 ഇൻസ്റ്റെഡ് ഓഫ് 6. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ഞാൻ 56 എന്താണ് 6 എന്ന് എഴുതേണ്ടേ പകരം 56 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. ദ എൻറ്റയർ മണി ഐ ഡെപ്പോസിറ്റഡ്. ഞാൻ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു അത് മൊത്തം എഴുതിയിരിക്കുന്നു. ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് ഡൂയിങ് സംതിങ് അൺറീസണബിൾ. ഓൾ ദ ക്ലർക്സ് ഹാഡ് സ്റ്റോപ്ഡ് റൈറ്റിംഗ് ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ. അപ്പോൾ ഈ അവിടെയുള്ള ക്ലർക്സൊക്കെ എന്താക്കി എഴുത്ത് നിർത്തിയിട്ട് എന്നെ നോക്കാൻ തുടങ്ങി. യെസ് ദ ഹോൾ തിങ്. യെസ് ഞാൻ എല്ലാം എടുക്കുകയാണ് അല്ലേ. യു വിഡ്രോ ഓൾ യുവർ മണി ഫ്രം ദ ബാങ്ക്. നിങ്ങൾ ഈ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ എല്ലാ പൈസയും എടുക്കുകയാണെന്ന് ചോദിച്ചില്ലേ. യെസ് എവറി സെൻറ്റ് ഓഫ് ഇറ്റ്. അതെ ഓരോ സെൻറ്റ് ഞാൻ എടുക്കുകയാണല്ലോ, എല്ലാം എടുക്കുകയാണെന്ന് പറഞ്ഞില്ലേ. ആർ യു നോട്ട് ഗോയിങ് ടു ഡെപ്പോസിറ്റ് എനിമോർ? നിങ്ങൾക്കൊന്നും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ലേ. ആസ്ക് ദ ക്ലർക്ക് ചോദിച്ചു അസ്റ്റോണിഷ്ഡ് അല്ലേ. നെവർ, വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഐ ഹാഡ് നോ എക്സ്പ്ലനേഷൻ ഫോർ മൈ ഫൂളിഷ് ബിഹേവിയർ. എനിക്ക് എൻ്റെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അല്ലേ. എൻ്റെ ഫൂളിഷ്ഡായിട്ടുള്ള പെരുമാറ്റത്തിനോട് എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു ഐ ആക്റ്റഡ് ലൈക്ക് എ മാൻ വിത്ത് എ ഫിയർഫുള്ളി ക്വിക്ക് ടെമ്പർ. എന്താണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ടത്തരാണ് അല്ലേ. അപ്പോൾ എൻ്റെ മണ്ടത്തരമായ ആ ബിഹേവിയറിന് എനിക്കൊരു വിശദീകരണവും ഇല്ലായിരുന്നു അല്ലേ. എനിക്കൊന്നും ചെയ്യാനില്ലാത്തതിനാൽ എന്താക്കി അദ്ദേഹം ഭയങ്കരമായ വേഗത്തിലുള്ള കോപമുള്ള ദേഷ്യമുള്ള ഒരു മനുഷ്യനെ പോലെ അയാൾ ആക്ട് ചെയ്തു. ഓക്കെ. ദെൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്?
വാട്ട് മിസ്റ്റേക്ക് ഡിഡ് ഹി കമ്മിറ്റ് വൈൽ റൈറ്റിംഗ് ദ ചെക്ക്? എന്ത് മിസ്റ്റേക്കാണ് അയാൾ ചെക്ക് എഴുതിയപ്പോൾ സംഭവിച്ചത്? ദെൻ ദ ക്ലർക്ക് ഗേവ് ദ മണി ടു മീ ആൻഡ് ഐ റഷ്ഡ് ഔട്ട്. അപ്പോൾ ക്ലർക്ക് എന്താക്കി, ആ പൈസ അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. ആസ് ദ ബിഗ് ഡോർ സ്വാങ് ബിഹൈൻഡ് മീ, ആ വലിയ ഡോറിൻ്റെ ബാക്കിൽ ഇങ്ങോട്ട് അടിഞ്ഞപ്പം ഐ കുഡ് ഹിയർ ദ എക്കോ ഓഫ് എ റോർ ഓഫ് ലാഫർ ദാറ്റ് വെൻഡ് അപ്പ് ടു ദ സീലിംഗ് ഓഫ് എ ബാങ്ക്. ഞാൻ കേട്ടു എന്ത്, ഭയങ്കര ചിരിയുടെ ഒരു എക്കോ വരെ ഞാൻ കേട്ടു. ആ ബാങ്കിലുള്ള ആൾക്കാരെ ചിരിയുടെ എക്കോ വരെ ഞാൻ കേട്ടു അല്ലേ. സിൻസ് ദെൻ ഐ ബാങ്ക് നോ മോർ. പിന്നെ അതിന് ശേഷം ഞാൻ ബാങ്ക് പോയിട്ടില്ല. ഐ കീപ് മൈ മണി ഇൻ ക്യാഷ് ഇൻ മൈ ട്രൗസേഴ്സ്. ഞാൻ എന്താക്കി, എൻ്റെ പൈസ എൻ്റെ ട്രൗസറിൽ തന്നെ സൂക്ഷിച്ചു, പോക്കറ്റ്, ട്രൗസേഴ്സ് പോക്കറ്റ്. ആൻഡ് മൈ സേവിങ്സ് ഇൻ സിൽവർ ഡോളേഴ്സ് ഇൻ എ സോക്ക്. എന്താക്കി, എൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ ഞാൻ എൻ്റെ പൈസ സൂക്ഷിച്ച്, പിന്നെ എൻ്റെ സേവിങ്സ് ആയിട്ട് സിൽവർ ഡോളർ എന്താക്കി എൻ്റെ സോക്കിലും സൂക്ഷിച്ചു. ഓക്കെ, ഇതാണ് സ്റ്റോറി കേട്ടോ. അങ്ങനെ നല്ല സ്റ്റോറി അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ പോകുമ്പോൾ, ബാങ്കിൽ പോകുമ്പോൾ അയാളുടെ ആ ഹ്യൂമറാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അതാണ് അദ്ദേഹം എന്താണ് സീരിയസ് ആയിട്ടാണ് പോയത്, പക്ഷേ അയാൾക്ക് എന്താണ് ഒരു അക്കിടി പറ്റിയ വരി അല്ലേ. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ലീക്കോ ക്രഷ്ഡ്